ഹായ് ഫ്രണ്ട്സ്, രാവിലത്തെ തന്നെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഫുള്ളായിട്ട് നടക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അവനൊന്ന് ഫ്രഷ് ആയതിനു ശേഷം കുറച്ച് പാൽ കുടിക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് വേണ്ടെന്നൊക്കെ പറയണം കേട്ടോ. പാലായാലും ഭക്ഷണമായാലും ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ വയ്യാത്ത കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു തീരെ കഴിക്കണില്ല. പിന്നെ ഭക്ഷണം കൊടുക്കലാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. എന്നാലും ഇങ്ങനെയൊക്കെ കഴിപ്പിച്ചെടുക്കും. കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമുണ്ട്. അതൊക്കെ അലക്കൊക്കെ കഴിഞ്ഞ് തോരിടാനായിട്ട് പോയപ്പോൾ ഒരാളെൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തോരനെ കണ്ടപ്പോൾ ഓടി വരാൻ എന്നൊന്ന് സഹായിച്ചു തരാൻ വേണ്ടിയിട്ട്. ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ആളൊറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതൊക്കെ എനിക്ക് എടുത്ത് വെച്ച് തരും. അതുപോലെ തന്നെ പാത്രം കഴുകായാലും പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് തരുമൊക്കെ ചെയ്യും കേട്ടോ. സഹായിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോൾ ആ ബക്കറ്റ് അവനെ തന്നെ എടുത്ത് വെക്കണം. നമ്മളൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവൻ തന്നെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. ഇപ്പം ഞാൻ അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊട്ടയമ കയറുന്ന നല്ല കളിയാണ്. അപ്പോൾ ഇവനെ അച്ചാച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ കുളിക്കാറ്. അപ്പം ഞാൻ അച്ചാച്ചൻ്റെ കയ്യിൽ പോകാൻ പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കളിക്കുകയാണ്. കുറച്ച് നേരം ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് കളിപ്പിക്കാറുണ്ട്. ടി വിയിൽ പാട്ടൊക്കെ വെച്ചെടുത്ത് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഇവന് ഭക്ഷണം കൊടുക്കാനായിട്ട് കഞ്ഞി കൊടുത്തപ്പോഴൊന്നും കഴിച്ചില്ല. ഇപ്പോൾ പനിയുണ്ട് ചെറുതായിട്ട്, അത് കാരണം കൊണ്ടൊന്നും കഴിക്കണില്ല. അപ്പോൾ അങ്ങനെ മുട്ടച്ചോറും തക്കാളി ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കാറുണ്ട്. കുറച്ച് കഴിക്കാറുള്ളൂ, എന്നാലും ആൾക്ക് തോന്നണം. മുട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമായ കാരണം കൊണ്ട് ചിലപ്പം മുട്ട മാത്രമേ കഴിക്കുള്ളൂ. അപ്പം കുറച്ച് മുട്ടച്ചോറ് ഉണ്ടാക്കി കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ടച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മുട്ട ഒന്ന് കുത്തി പിടിച്ചെടുക്കുന്നുണ്ട്. കഴിക്കുമെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അത് കാരണം കൊണ്ട് കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് സാധാരണ കുറേയൊന്നും സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. സാധാരണ ചോറിട്ടിട്ടൊന്നും മുട്ട കുത്തി പിടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ അതിൽ തന്നെ ഒരു പകുതി സവാള എടുത്തിട്ടുള്ളൂ. അവനല്ലേ വേണ്ടതെന്ന് വെച്ചിട്ട് പകുതി സവാള ചെറുതായിട്ട് എണ്ണയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ഇഷ്ടമുള്ള കാരണം കൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്തത്. കുറേയൊന്നും ഇട്ടിട്ടില്ല, പച്ചമുളകൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അത് കാരണം കൊണ്ട് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ട കുത്തിപ്പിച്ചത് ഇട്ട് കൊടുക്കാം. മുട്ട കുത്തിപ്പിച്ചതിൻ്റെ കൂടെ തന്നെ മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് അതിൻ്റെ മണവും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവന് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ വന്നിട്ട് കഴിക്കാറുണ്ട്. അതാണ് ഞാൻ മല്ലിയില ഇട്ടത്. മല്ലിയില ടേസ്റ്റൊക്കെ ഇവന് ഇഷ്ടമുള്ള കാരണം കൊണ്ട് മല്ലിയില ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. അത് പിന്നെ മല്ലിയില നല്ലതാണല്ലോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സാധാരണ ചോറാണ് ഇട്ടിരിക്കണേ. ആ ചോറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. ഇത് കഴിക്കുമോ കഴിക്കില്ലേന്ന് ഇപ്പോൾ കാണാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്ത് നോക്കട്ടെ. കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ ഒരാൾ സെറ്റിന്മേൽ കയറി കിടക്കുകയാണ്. ടി വി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ടി വിയും കണ്ടിട്ട് ഇതേ മലർന്ന് കിടക്കുകയാണ് ആൾ. അപ്പോൾ മാമത് ഉണ്ടാകുന്ന പറഞ്ഞപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എഴുന്നേറ്റ് ഇരുന്നിട്ട് അവനെ ഒറ്റയ്ക്ക് കഴിക്കണം. കുറേ കഴിഞ്ഞ് ഞാൻ വാരി കൊടുക്കും. അപ്പോൾ സ്പൂൺ വേണം വാരി കഴിക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ കുറേ നേരം ഇങ്ങനെ കളിച്ചിരുന്ന് കുറച്ചൊക്കെ വായിലേക്ക് പോയി. പിന്നെ ലാസ്റ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.